വസന്ത് സിറിയക്, കോൺഗ്രസിന് ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടല്ലോ. നിർബന്ധിതമായിട്ടാണെങ്കിലും കേസ് വന്ന സമയത്ത്, ഒരു പരാതി ഇമെയിലിൽ വന്ന സമയത്ത്, മുൻകൂർ ജാമ്യം തിരുവനന്തപുരത്തെ കോടതി നിഷേധിച്ച സമയത്ത് പുറത്താക്കാനെടുത്ത തീരുമാനം ഇപ്പോൾ എന്തായാലും കോൺഗ്രസിനെ രക്ഷിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ രാത്രി ഉത്തരം പറഞ്ഞ് വിയർക്കേണ്ടി വന്നേനെ. പുറത്താക്കി, ഞങ്ങളുടെ ആളല്ല, ഇപ്പോൾ ഞങ്ങളുടെ ആളല്ല എന്ന് പറയാമെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് MLA ആയ ആളാണ്, ആ MLA സ്ഥാനത്ത് തുടരുന്നുണ്ട്. എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര പെട്ടെന്ന് 4-5 വർഷം കൊണ്ട്, ചുരുങ്ങിയ വർഷം കൊണ്ട്, മറ്റ് പല കോൺഗ്രസ് പ്രവർത്തകർക്കും, അധ്വാനിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഒന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് പൊടുന്നനവേ വന്നു എന്ന കാര്യം ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയല്ലേ ഇത്? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ശ്രീ അഭിലാഷ്, അതിൽ പെർഫോം ചെയ്യുന്നവർ, അത് നല്ല പെർഫോമൻസ് പെട്ടെന്നുണ്ടായാൽ അവർക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ സംസാരിക്കുന്നവരെ, നല്ല രീതിയിൽ കലാപരമായ കഴിവുള്ളവരെ, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് സംഘടനാപരമായും ശൈലിപരമായും ഒക്കെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നേതാക്കളുടെ ഒരു പറ്റം കൂട്ടമാണ് കോൺഗ്രസ് ലീഡർഷിപ്പ്. അത് അങ്ങേക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ സംസ്ഥാന ലീഡർഷിപ്പ് എടുത്തു നോക്കൂ. ആ ലീഡർഷിപ്പിൽ തന്നെ ഇപ്പോൾ ഡോക്ടർ തരൂരിൻ്റെ രീതിയല്ല VD സതീശൻ്റേത്, പ്രതിപക്ഷ നേതാവിൻ്റെ രീതിയല്ല KC വേണുഗോപാലിൻ്റേത്, അദ്ദേഹത്തിൻ്റെ രീതിയല്ല രമേശ് ചെന്നിത്തലയുടേത്. ഈ 4 അല്ലെ 5 വരുന്ന പ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാം അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവരാണ്. അപ്പോൾ അവർ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. അങ്ങനെയാണ് രാഹുലും കൂടുതൽ നല്ലപോലെ സംസാരിക്കുന്ന ആളെന്ന നിലയിലൊക്കെ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞു ഇതിൻ്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ തീർന്നു എന്ന് പറയുമ്പോൾ, ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത്, ഞാൻ റീഡ് ചെയ്യുന്നത്, ഇതിൻ്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടുതൽ പ്രസക്തമാവുകയാണ് ഇനി തൊട്ടങ്ങോട്ട്. കാരണം കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് വെച്ചൊരു ബെഞ്ച് മാർക്കുണ്ട്. ഇത്തരത്തിലൊരു സെക്ഷൽ പ്രൊഡേറ്ററായിട്ടുള്ള ഒരു നേതാവ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഒരു ആരോപണം ഉയർന്നു വന്നാൽ ആ നേതാവിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇൻ ദ പോസിറ്റീവ് സെൻസ്, ആ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കേരള സമൂഹത്തിൽ ഇപ്പോൾ ഉള്ള എല്ലാ പാർട്ടികൾക്കും, ഇനി ആരെങ്കിലും പുതിയ പാർട്ടികൾ ഉദയം കൊള്ളാനുണ്ടെങ്കിൽ അവർക്കും മുമ്പിൽ ഒരു ബെഞ്ച് മാർക്ക് കോൺഗ്രസ് പ്രസ്ഥാനം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അയാളെ സംരക്ഷിക്കേണ്ടതില്ല എന്നും അങ്ങനെ സംരക്ഷിക്കാതെ മാറ്റി നിർത്തിക്കൊണ്ട് സംരക്ഷിക്കേണ്ടതില്ല എന്ന തീരുമാനം വരുന്നത് ഈ കഴിഞ്ഞ നവംബർ മാസത്തിലാണ്. അതുവരെ സംരക്ഷിച്ചില്ല എന്നൊരു പ്രശ്നമുണ്ട്. പാർട്ടിക്കകത്ത് ധാരാളം പരാതികൾ മുമ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. KPCC പ്രസിഡന്റിനും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്, കേരളത്തിലെ ഏറ്റവും മുതിർന്ന, താങ്കൾ തന്നെ ഉദാഹരിച്ച കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ. അപ്പോൾ ധാരാളം പരാതി വന്ന സമയത്ത് അതൊക്കെ പൊതിഞ്ഞു വെച്ചു, അതൊക്കെ ഒളിച്ചു വെച്ചു. നാട്ടുകാരെല്ലാം അറിഞ്ഞപ്പോൾ ഞങ്ങളിതാ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാണ്, ഇനി ഞങ്ങൾ ഇയാളെ സംരക്ഷിക്കില്ലേ എന്ന് പറഞ്ഞത് അത്ര ഉദാത്തമായ മാതൃകയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ലല്ലോ. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിന് റിട്ടേൺ പരാതി കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അഭിലാഷും ഞാനും ഒരു പേഴ്സണൽ സൗഹൃദമുണ്ടല്ലോ. ഇപ്പം ഞാൻ അങ്ങോട്ടൊരു പരാതി പറയുന്നത് പോലെയല്ല, ഞാൻ മാതൃഭൂമിയുടെ സീനിയർ ചീഫ് എഡിറ്റർ ശ്രീ അഭിലാഷ് മോഹൻ എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടൊരു പരാതി അങ്ങേക്ക് നൽകുന്നത്. അങ്ങനെ നൽകിയാൽ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് അങ്ങയുടെ ബാധ്യസ്ഥതയായി മാറും. എന്നാൽ നമ്മൾ തമ്മിലുള്ളൊരു ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് എനിക്ക് ഇന്നയാളെ പറ്റി ഒരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. നോക്കൂ, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു റിട്ടേൺ പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തത്. ആദ്യം സസ്പെൻഡ് ചെയ്തു. അതാണ് ഈ പാർട്ടിയുടെ ഒന്നാമത്തെ നടപടിക്രമവും അത് തന്നെയാണ്. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു വേദിയിലേക്ക് പറഞ്ഞു വിട്ടോ? ഇല്ല. ഞങ്ങൾ ഔദ്യോഗികമായ ഒരു നിലപാടെടുത്തു. ആ നിലപാടിനൊപ്പം ഉറച്ചു നിന്നു. രണ്ടാമത്, ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടപ്പോൾ അല്ല ശ്രീ അഭിലാഷ്, നോക്കൂ, അയാളെ കുറ്റക്കാരനാണ് എന്ന് കണ്ട് വിധിച്ചതിന് ശേഷവും കോടതി ഏതോ മൂടന്മാരുടെയാണ്, അവർമാർക്ക് വിവരമില്ലാത്തതാണ് എന്ന് TP ചന്ദ്രശേഖരൻ കേസിൽ പറഞ്ഞതുപോലെ അല്ല കേട്ടോ. മുകേഷിന്റെ കാര്യത്തിൽ സംരക്ഷിച്ച് പിടിച്ചതുപോലെയല്ല. കുറ്റക്കാരനാണെന്ന് കോടതി കാണുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം തള്ളി, സെഷൻസ് കോടതിയാണ്, ഹൈക്കോടതി പോലുമല്ല, അതിന് പോലും ഞങ്ങൾ കാത്തിരിക്കാതെ സെഷൻസ് കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം തള്ളി എന്ന് കണ്ടതിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ രാഷ്ട്രീയ സംസ്കാരമാണെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്.